കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയത്തിനിടെ തട്ടിക്കൊണ്ടുപോയ കൗൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. സംഭവത്തിൽ CPIM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതി ചേർത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. അതേസമയം കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് UDF എന്ന് CPIM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി ആരോപിച്ചു. കലാരാജുവിന് പാർട്ടി വൈദ്യ ചികിത്സ നൽകിയെന്നും ഏരിയ സെക്രട്ടറി ഫേസ്ബുക്കിൽ പറയുന്നു. ചികിത്സ നൽകുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു. കലാരാജുവിനെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിച്ചു എന്നാണ് FIR. ശ്രീകാന്ത് ആ വാർത്തയുടെ വിവരങ്ങൾ ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൂത്താട്ടുകുളത്ത് തട്ടിക്കൊണ്ടുപോയത് UDF വരെ തന്നെയാണെന്ന് പറയുന്നു. അതല്ല, ചെയർമാൻ്റെ വണ്ടി, ചെയർപേഴ്സൻ്റെ വണ്ടി തന്നെയാണ് തൂക്കിയെടുത്തുകൊണ്ട് പോയെന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിലാകെ കൂത്താട്ടുകുളത്ത് ജഗപുകയാണോ ശ്രീകാന്ത്? വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി. നമ്മൾ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പഞ്ചവടിപ്പാലം എന്ന് പറയുന്നൊരു സിനിമ കൂടി ഇറങ്ങിയിരുന്നു പണ്ട് നമ്മുടെ കേരളത്തിൽ. അതിലും നമ്മൾ സമാനമായ ഈ കൈക്രിയകളും പിടിവലിയും ഉന്തും തള്ളും ഒക്കെ കണ്ടതാണ്. പക്ഷേ കൂത്താട്ടുകുളം നഗരസഭയിലെ UDF ഉം LDF ഉം ചേർന്ന് അങ്ങനെ ഒരു കാഴ്ച നമുക്ക് നേരിട്ട് കാണാൻ അവസരമൊരുക്കി ഇന്നലെ. അതാണ് ഇന്നലെ കണ്ടത്. ജനാധിപത്യത്തിൽ ഇങ്ങനെയുമൊക്കെ നടക്കും എന്ന് തെളിയിക്കാൻ അവർക്കായി. ഇനി ഇതിലെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഹഷ്മി, ഇത് കുറഞ്ഞ കേസല്ല. തട്ടിക്കൊണ്ടുപോകൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, അതും ഒരു സ്ത്രീയെയാണ്. അതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. നിസ്സാരക്കാർക്കെതിരെയല്ല, CPIMന്റെ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരാണ് പ്രതികൾ. അതിൻ്റെ FIR വിവരങ്ങൾ ഇപ്പോൾ 24-ന് കിട്ടിയിട്ടുണ്ട്. കലാരാജുവിനെ വാഹനത്തിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിച്ചു എന്ന് FIR-ൽ പറയുന്നു. ദേഹോപദ്രവം ഏൽപ്പിച്ച ശേഷം നഗരസഭാ ചെയർപേഴ്സന്റെ കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ കേസിൽ പറയുന്നത്. കേസെടുത്തത് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും CPIM ഏരിയ സെക്രട്ടറിയും അടക്കം 50 പേർക്കെതിരെയെന്നും ഈ FIR-ൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കേസിൽ CPIM ഏരിയ സെക്രട്ടറി PB രതീഷ് ഒന്നാം പ്രതിയാണ്. 143, 126(2), 115(2), 189(2), 191(2), 190 വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട പ്രതികളുടെ പേരുകൾ വേണമെങ്കിൽ നമുക്കൊന്ന് വായിച്ചു പോവാം. PB രതീഷ് CPIMന്റെ ഏരിയ സെക്രട്ടറിയാണ്. അതോടൊപ്പം വിജയൻ ശിവൻ ചെയർപേഴ്സണാണ് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ. സണ്ണി കുര്യാക്കോസ് വൈസ് ചെയർമാനാണ് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ. സുമ അവർ കൗൺസിലറാണ് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയുടെ. ഫെബീഷ് CPIM ലോക്കൽ സെക്രട്ടറിയാണ് കൂത്താട്ടുകുളത്തെ. പിന്നെയുള്ളത് 45 കണ്ടാലറിയാവുന്നവർ എന്നുള്ള രീതിയിൽ കൂടിയാണ് ചേർത്ത് ഈ കേസ് എടുത്തിട്ടുള്ളത്. അതായത് പോലീസ് അവർക്ക് ഇടപെടാൻ ഇന്നലെ അവർ കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. പക്ഷേ കോൺഗ്രസ് ഗുരുതര ആരോപണങ്ങൾ പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ FIR വരുമ്പോൾ പോലീസ് അവർക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. അതിനിടെ ഈ ഒന്നാം പ്രതിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഈ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് അവിടെ ഉണ്ടായിരുന്ന LDF കൗൺസിലർമാരോ മറ്റുള്ളവരോ അല്ല, പോലീസിനും തെറ്റുപറ്റിയിരിക്കുന്നു, FIR ഇട്ട പോലീസിനും തെറ്റുപറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണകോൺ. അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് തട്ടിക്കൊണ്ടുപോയി, കോൺഗ്രസ് തന്നെ തിരിച്ചേൽപ്പിച്ചു എന്നാണ്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് UDF ആണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കലാരാജുവിനെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തി മറ്റ് കൗൺസിലർമാർക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും CPIM ഏരിയ സെക്രട്ടറി പറയുന്നു. പാർട്ടി അവർക്ക് വൈദ്യ ചികിത്സ നൽകിയെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടിയാണ് 24 അല്പസമയം മുമ്പ് കാണിച്ചത്. അതായത് ജഗപുകയാണ് കാര്യങ്ങൾ. അത് ഇന്നും അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഒരു സംഘർഷാവസ്ഥ ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ ഇന്നലെ കണ്ടതാണ്. തട്ടിക്കൊണ്ടുപോകുന്നു, തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം മോചിപ്പിക്കുന്നു, അതിനുശേഷം അവർ തന്നെ വന്ന് അവർക്ക് നേരിട്ട് ദുരനുഭവങ്ങൾ പറയുന്നു. ഇന്ന് തട്ടിക്കൊണ്ടുപോയത് LDF CPIM ഒന്നുമല്ല, തട്ടിക്കൊണ്ടുപോയത് UDF തന്നെയാണെന്ന് ഏരിയ സെക്രട്ടറി പറയുന്നു. ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുന്നു. FIR-ന്റെ വിവരങ്ങൾ രഹസ്യമെടുക്കാൻ പോകുന്നു. അങ്ങനെ കൂത്താട്ടുകുളത്ത് ആകെ അന്തരീക്ഷം അത്ര മേഘാവൃതവും അന്തരീക്ഷം കുറച്ച് സംഘർഷ കലുഷിതവുമാണ്. അപ്പോൾ എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.